അലാസ്ക പോക്സ് ബാധിച്ച് അമേരിക്കയിൽ ഒരാൾ മരിച്ചു. കെനായി പെനിൻസുലയിൽ താമസിച്ചിരുന്ന ക്യാൻസർ ബാധിതനായ ഒരു വയോധികനാണ് മരിച്ചത്. ഇയാൾക്ക് രോഗപ്രതിരോധ ശേഷിയും കുറവായിരുന്നു. ഈ രോഗം ബാധിച്ച് ഒരാൾ മരിച്ചതോടെ പലർക്കും ഒരു പേടി സ്വപ്നം മാറിയിരിക്കുകയാണ് ഈ വൈറസ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അമേരിക്കയിലെ അലാസ്കയിൽ രൂപപ്പെട്ട വൈറസാണിത്. മൃഗങ്ങളെയും മനുഷ്യരെയും ബാധിക്കുന്ന ഒരുതരം വൈറസ്. ഓർത്തോപോക്സ് വൈറസുകൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഇവ ചർമ്മത്തിൽ മുറിവുകൾ അല്ലെങ്കിൽ കുരുക്കളായി കാണപ്പെടുന്നു. ഈ ഗണത്തിൽപ്പെട്ട ഓരോ വൈറസിനും അതിന്റേതായ സ്വഭാവ സവിശേഷതകളാണുള്ളത്. അതിൽ ചിലത് കൂടുതൽ അപകടകാരികളാണ്. ഈ ഗണത്തിൽപ്പെട്ട വൈറസുകൾ പടർത്തുന്ന രോഗങ്ങളിൽ ഏവർക്കും സുപരിചിതമായ ഒന്നാണ് വസൂരി. കാമൽ പോക്സ്, കൗ പോക്സ്, ഹേഴ്സ് പോക്സ്, മങ്കി പോക്സ് എന്നിവയെല്ലാം ഇതേ വിഭാഗത്തിൽപ്പെട്ട വൈറസുകളാണ് പടർത്തുന്നത്. 2015 അലാസ്കയിലെ ഫെയർ ബാങ്ക്സിന് സമീപം താമസിച്ചിരുന്ന ഒരു സ്ത്രീയിലാണ് അലാസ്ക പോക്സ് ആദ്യം കണ്ടെത്തിയത്. ചുവന്ന ചെറിയ സസ്തനികളിലാണ് ഈ വൈറസ് പ്രധാനമായും കാണുന്നത്. എന്നാൽ നായ, പൂച്ച തുടങ്ങിയ വളർത്തുമൃഗങ്ങൾക്കും വൈറസ് ബാധ ഉണ്ടാകുമെന്നാണ് ആരോഗ്യ വിഭാഗം പറയുന്നത്. കഴിഞ്ഞ 9 വർഷത്തിനിടെ അലാസ്കയിൽ 7 പേർക്കാണ് ഈ രോഗം ബാധിച്ചത്. അലാസ്ക പോക്സ് ബാധിക്കുന്ന ആളുടെ ചർമ്മത്തിൽ ഒന്നോ അതിലധികമോ മുഴകളോ കുരുക്കളോ പ്രത്യക്ഷപ്പെടാം. ഇതിനു പുറമെ സന്ധിവേദന, പേശിവേദന, ലിംഫ് നോഡുകളിൽ വീക്കം എന്നിവയും ഉണ്ടാകുന്നു. ഇതുവരെ രോഗം കണ്ടെത്തിയ മിക്കവാറും എല്ലാവരിലും നേരിയ രോഗലക്ഷണങ്ങളാണ് കാണുന്നത്. അവ ഏതാനും ആഴ്ചകൾക്ക് ശേഷം സുഖമാകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രതിരോധശേഷി കുറഞ്ഞ ആളുകളെ രോഗം ഗുരുതരമായും തന്നെ ബാധിക്കും. രോഗബാധിതരായ മൃഗങ്ങളുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് അലാസ്ക പോക്സ് പടരുന്നതെന്നാണ് ആരോഗ്യരംഗം അറിയിക്കുന്നത്. ഇത് ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടർന്നതായി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ ഇതേ വിഭാഗത്തിൽപ്പെട്ട മറ്റു വൈറസുകൾ ഒരാൾ മറ്റൊരാളുടെ മുറിവുകളുമായി സമ്പർക്കം പുലർത്തുമ്പോൾ പടരാൻ സാധ്യതയുണ്ട്. അതിനാൽ അലാസ്ക പോക്സ് ബാധിച്ചവർ തങ്ങളുടെ മുറിവുകൾ ബാൻഡേജ് കൊണ്ട് കെട്ടണമെന്നും അലാസ്കയിലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ രോഗം ബാധിച്ചവർ മറ്റുള്ളവരിൽ നിന്നും സുരക്ഷിതമായ അകലം പാലിക്കുകയും പുറത്തുപോയി വന്നതിന് ശേഷം കൈ കഴുകാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നതാണ് സ്വയം സുരക്ഷയ്ക്കും കുടുംബാംഗങ്ങളുടെ സുരക്ഷയ്ക്കുമുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു.